വേറൊരു ബസ് നല്ല മാറ്റം വന്നില്ലേ? കുഴപ്പമില്ല. ഐസ്ക്രീം ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്നൊരു ആഗ്രഹം. ഐസ്ക്രീമാ ഇവിടെ അല്ലേ? ഇവിടെ അല്ലേ? ചേട്ടാ ഐസ്ക്രീം ഉണ്ടോ? എനിക്ക് വേണമെന്നില്ല. അതാണ് കാശ് കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കാം. ഇവിടെ തന്നെ ഇരിക്കാണ് പണി. നിനക്കെപ്പോഴും പിങ്കിയെ പോലെയാണല്ലോ, ഐസ്ക്രീം കഴിച്ചല്ലേ പറ്റുള്ളൂ. നീ കഴിക്കും. എന്റെ അമ്മ. ദേവേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിള്ളേരൊക്കെ വീട്ടിലാക്കിട്ടേ നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ വന്നത് പറഞ്ഞില്ല തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? 5 മണി അങ്ങനെ ചോദിച്ചോ? തെറ്റാണോ? പിന്നെ ചോദിച്ചപ്പോ അല്ല മണി, നീ തന്നെ ആലോചിച്ചു. ഏതൊരു ഭാര്യയും ഭർത്താവിന്റെയും ആഗ്രഹമല്ലേ ഒരുമിച്ചിരിക്കണം, പാർക്കിൽ പോകണം, ഇതുപോലെ ഐസ്ക്രീം കഴിക്കണം, സിനിമയ്ക്ക് പോകണം. പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലും ഒന്നും നടക്കൂല. കാരണം ജീവിതത്തിന്റെ ആ തിരക്കും കാര്യങ്ങളും ഒക്കെ ആവുമ്പോ അങ്ങനെയാണ്. അല്ല, നമ്മൾ തന്നെ കല്യാണം കഴിച്ചിട്ട് എത്ര പ്രാവശ്യം പോയി, അവിടെ പോയി. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് സത്യത്തിൽ ഈ കല്യാണം കഴിഞ്ഞിട്ടേ നീയായിട്ട് പുറത്തൊക്കെ പോണം, ഇങ്ങനെ പാർക്കിലേക്ക് ഇരിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണെങ്കിൽ എനിക്കാണെങ്കിൽ ഭയങ്കര നാണം. ഞാനാണെങ്കിൽ 2 പെണ്ണുങ്ങളോടെ അടുത്തിടപഴകിയിട്ടുണ്ട്. ഒന്ന് അമ്മ, പിന്നെ ഒന്ന് ചിന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മളെ വീട്ടിലിരിക്കുമ്പോ എപ്പോഴും അവര് കാണും. നമുക്കൊരു പ്രൈവസി ഒന്നും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒന്നും പറ്റില്ല. ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് രവിയേട്ടനോടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും അതൊന്നും മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ലെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ആ ഒരു ഭയങ്കര വിഷമമാണ്. അതുണ്ട്. നമുക്ക് സംസാരിക്കാനുള്ള അവസരം ഒന്നും ഉണ്ടാവൂലല്ലോ. രവിയേട്ടൻ ആ കൂടെ എപ്പോഴും തിരക്കിലായിരിക്കും. ഇപ്പൊ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. ഇപ്പൊ വിഷമൊന്നുമില്ല കേട്ടോ, പണ്ടത്തെ കാര്യം ഞാൻ പറഞ്ഞു. അല്ല, നിനക്ക് എനിക്ക് മനസ്സിലായി. നിനക്കാണെങ്കിൽ ഞാൻ സിനിമയ്ക്കൊന്നും കൊണ്ടുപോയില്ല, അതുകൊണ്ട് വിഷമം ഉണ്ടായിരിക്കല്ലേ? സിനിമയ്ക്ക് പോയില്ലെന്നുള്ള വിഷമമൊന്നുമില്ല. കാരണം മണിക്കൂടെ ചേട്ടൻ എല്ലാ സിനിമയും കൊണ്ട് കാണിക്കുമല്ലോ. സംസാരിക്കാൻ പറ്റില്ല വിഷമം. സമാധാനം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടിരുന്ന നമ്മുടെ കൊച്ചു കൊച്ചു രഹസ്യങ്ങളോ സ്വകാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. എന്താ ചേട്ടാ അന്നൊന്നും എന്നെ പുറത്തൊന്നും കൊണ്ടുപോകാതിരുന്നേ? പറഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമോ? ദേഷ്യപ്പെടല്ലേ? പറ. അത് 2 കാര്യമുണ്ട്. ഒന്ന്, നീ കല്യാണം കഴിച്ചു വന്നപ്പം ഇത് സുന്ദരിയായിരുന്നു, ഇത് ഭംഗിയായിരുന്നു നീ. അപ്പോഴേ ഇത്രയും ക്യൂട്ടായിട്ടുള്ള നിന്നെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ വായി നോക്കിയൊക്കെ നിന്നിങ്ങനെ സംസാരിക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. അതിലിപ്പോ ദേഷ്യപ്പെടാതിരിക്കുന്നു. അല്ല, പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കളറ് തോന്നി, എനിക്ക് തോന്നി. രവിയേട്ടൊരു കാര്യം അറിയോ? രവിയേട്ടനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം രവിയേട്ടൻ നിറമാണ്. ആണോ? പിന്നെ അല്ലാതെ ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ? നമ്മള് കല്യാണം കഴിക്കുമ്പോഴേ നിറത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാല് ലൈഫിൽ കുറച്ച് നാളെ കളറൊക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോ ആ കളർ പതുക്കെ മാറും. രവിയേട്ടന്റെ ഈ മനസ്സിന്റെ നന്മയാണ് എന്റെ തൊലിയുടെ കളർ. നിന്റെ കളർ പോലെ തന്നെ മണി നിന്റെ മനസ്സും. നമുക്ക് കഴിച്ചു പെടുന്നു. എനിക്ക് പൊതുവെ എനിക്ക് ഐസ്ക്രീം ഒന്നും വലിയ ഇഷ്ടമല്ല. നിനക്കും മക്കൾക്കും ആണല്ലോ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ഉണ്ടല്ലോ വീട്ടിലാകുമ്പോൾ പിള്ളേര് എന്റെ ഐസ്ക്രീം കൂടെ എടുത്തോണ്ട് പോകും. ആർക്കും കൊടുത്താൽ ഒറ്റയ്ക്ക് കഴിക്കും. പിങ്കി, അയ്യോ, അവൾക്ക് ഒരു ലോഡ് ഐസ്ക്രീം കൊടുത്താലും അവൾക്ക് മതിയാവും. പിന്നെ ഒരു കാര്യം, നിനക്ക് ഞാൻ അതുപോലെ വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ, അധികം പുറത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. എന്തായാലും നമുക്ക് ഇന്ന് ആടിക്ക് പൊളിക്കണം. പിള്ളേരെ വേറെ ദിവസം കൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ചു തുടങ്ങിയിട്ട് ഇല്ലെങ്കിൽ ഞാൻ കുറ്റബോധം കൊണ്ട് മരിച്ചു. ചെയ്യാം. പോവാൻ അപ്പൊ പോന്നോ? അടുത്തന്നെയല്ലേ തിയേറ്റർ, നടന്നു കഴിച്ചോണ്ട് പൈസ കൊടുക്കില്ലേ?
ആ പൈസ കൊടുത്തില്ല, നീ ഇത് പിടി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.